person, founder and CEO, Graves ADMR. His name is Gerald Napoleon. The company was established in 2000 by Mr. Gerald, who continues to lead as the founder and CEO, Graves Innovative Solutions. It's a Kerala-based startup company transforming healthcare through technology. It has strong presence in over 500 hospitals in Kerala and 12 medical colleges across India, and operations extending to 9 countries, including regions in South America and Africa. Graves has become a trusted name in healthcare innovation. Today, Graves stands as a pioneer in AI-powered healthcare, driving future with advanced health informatics solutions. The upcoming tree will be a milestone. It's an ambitious satellite-based mission, probably named the RoboSpace. This short introduction, I request Gerald Napoleon to take over the podium and let us regarding artificial intelligence. Good morning. Already, Maman sir introduced me. Myself, Gerald Napoleon. Last 25 years, I am doing the same job, digitalizing our healthcare. Through that way, we are trying to reduce the unexpected death inside the hospitals. That was the first aim when we started these functions. For that, I depended one survey result published in US in 1998 that says the majority of the unexpected death happening inside the hospital because of the communication problem in between the decision maker and executors. So how to solve that issue? That was the biggest question in that time. In that time, there is no Google for searching. Yahoo was the search engine. In that search engine, so many results were there. If you search for the reason behind that, majority of the information says that it is because of there is no good communication methodology is available. Different patterns, dialogues are in between. That's why we started a digital solution for that. In 2000, ഒരു ഡിജിറ്റൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽസിനെ സമീപിക്കുമ്പോൾ അന്നത് അക്സെപ്റ്റഡ് ടൈം ആയിരുന്നില്ല. പുൾഡ് ലൈക്ക് ദിസ്, ഗോ ഔട്ട് ഫ്രം ഹോസ്പിറ്റൽ, വി വാണ്ട് ടു ടച്ച് ദ പേഷ്യൻറ്റ്, വി വാണ്ട് ടു റൈറ്റ് ഇൻ ദ പേപ്പർ വിത്ത് ദ പെൻ, ദെൻ ഓൺലി വി വിൽ ദാറ്റ് ഫീൽ. സോ കോവിഡ് വന്നപ്പോൾ നമ്മുടെ ടച്ച് പോയി. ഓക്കെ, ഫയലിൽ തൊടാൻ പേടിയായി. ആ രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. മാറ്റം വളരെ ഫാസ്റ്റായിട്ടാണ് വരുന്നത്. ഇന്നിപ്പോൾ ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ഒരു തലമുറ മാറ്റത്തിൻ്റെ സബ്ജക്റ്റും കൂടെയാണ്. മുൻപുണ്ടായിരുന്ന ചികിത്സാ സംവിധാനങ്ങളെ മുഴുവൻ മാറ്റാൻ പോകുന്ന ഒരു തലമുറ മാറ്റത്തിൻ്റെ. അതിൻ്റെ ഒരു ബേസിക് റീസൺ ലൈഫിൽ എപ്പോഴും ടെക്നോളജി നമ്മളെക്കാൾ മുമ്പേ ഓടും എന്നതാണ്. ഇഫ് യു ആർ നോട്ട് റെഡി ടു റൺ with that, we will be behind. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ഇൻ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, അതാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്ന സബ്ജക്റ്റ്. ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, ദാറ്റ്സ് എ സീരിയസ് നെയിം. ഹെൽത്ത് കെയർ ഈസ് കമ്പൈൻഡ് വിത്ത് ഇൻഫർമേഷൻ ടെക്നോളജി. നൗ ഇൻ ദീസ് ഡേയ്സ് നമ്മൾ ഇങ്ങോട്ട് വരണമെങ്കിൽ പോലും ഒരു ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരും. ചിലപ്പോഴെങ്കിലും എൻ്റെ ഓഫീസ് കൊരട്ടി ഇൻഫോ പാർക്കിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിലേക്ക് പോകാൻ ഡെയിലി പോകുന്ന റൂട്ടിൽ ഞാൻ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കും. കാരണം എപ്പോഴാണ് ചാലക്കുടിയിൽ ബ്ലോക്ക് വരുന്നത്, ഹൈവേയിൽ ബ്ലോക്ക് വരുന്നത്, മാള വഴി പോകണോ ചാലക്കുടി വഴി പോകണോ എന്ന് എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഡിസൈഡ് ചെയ്യാനൊരു ടെക്നോളജിയെ ഞാൻ യൂസ് ചെയ്യും. സോ അങ്ങനെ ഈച്ച് ആൻഡ് എവറി മൂവിൽ നമ്മളിന്ന് ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നിൽക്കുന്നത്. ഹെൽത്ത് കെയറിലും ഈ സെയിം കേസ് ഉണ്ട്.
ലോങ് ഇയേഴ്സ് നമ്മൾ വീട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന അതേ ഈസി ആയിട്ട് ചെയ്തിട്ടിരുന്ന ട്രീറ്റ്മെൻറ്റ്സ്, പ്രൊസീജിയേഴ്സ് ഇന്ന് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിൽക്കുകയാണ്. കാരണം നമ്മുടെ പേഷ്യൻസ് പഴയ ഒരു ലെവലിലല്ല, മെറ്റബോളിസം ചേഞ്ച് വളരെ ഫാസ്റ്ററാണ്. നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചേഞ്ചസ് പണ്ടത്തേക്കാൾ വളരെ കൂടുതലാണ്. അതിനെക്കുറിച്ചുള്ള ധാരണകളുടെ വ്യത്യാസം വളരെ കൂടുതലാണ്. പണ്ട് ഡോക്ടർ മരുന്ന് എഴുതിയാൽ അതെന്താണെന്ന് പോലും അന്വേഷിക്കാതെ കഴിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഡോക്ടർ എഴുതുന്ന മരുന്ന് എന്തുകൊണ്ട് എഴുതി എന്ന് ചോദിച്ചിട്ട് മാത്രം കഴിക്കാൻ പോകുന്നവരുടെ സമൂഹത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു കാര്യമുള്ളൂ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറയാൻ ഒരു എക്സാമ്പിൾ ഞാനെന്ന് പറഞ്ഞോട്ടെ. വളരെ സിമ്പിൾ ഒരു സാധനമാണ്. രാവിലെ അടുത്ത ദിവസങ്ങളിൽ മനുഷ്യരിങ്ങനെയായിരിക്കും ആശുപത്രിയിൽ പോകണമെന്ന് തീരുമാനിക്കുക. രാവിലെ ഉറക്കം എണീറ്റു, മിക്കവരും ആൾക്കാർ ഉറക്കം എണീക്കുമ്പോൾ ഫോണൊക്കെ ഇന്ന് കയ്യിലെടുക്കും. അത് എടുത്ത സമയത്ത് ആച്ചേ എന്നൊന്ന് തുമ്മി, ഉടനെ ഇയാൾ പറയും യുവർ എയർവേ ഫ്ലോ ഈസ് 35 കിലോമീറ്റർ സ്പീഡ് ആൻഡ് ദ സൗണ്ട് ഈസ് സംതിങ് ലൈക്ക് ദാറ്റ്, യു ആർ ഹെൽത്തി ആൻഡ് സം infections are there. The infection might be something like this. You can immediately go for an investigation. There is one lab, don't approach there. Last 3 months they are not giving good result. Drive straight, and after 3 labs in the right side there is another one lab. Their result is very fine. You can approach there. After getting the result, your doctor so and so is available. The token number 12 in the afternoon is available for you. In that time your job will be reduced. You can approach there. I can book a token for you. Meanwhile the result will be shared with the doctor. Most probably he will write these medications, and you can keep this much money. That medicines are available in that hospital only. The nearby pharmacies are not keeping that medicine because the low profit margin medicine. So you can collect the medicine from that. Then keep 3 days. If doctor recommends that, keep 3 days continuous that medication. After that, there is no need to reach the doctor. I can book an online appointment, teleconsultation for you. You can keep going to your seminar. That will be the not after 10 years, within 2 years, that will be there. So if we don't understand the change in the industry, we will be in trouble. So that's why a small discussion we are doing here about AI in healthcare. I can explain the thing, AI, what it is, a symbol everybody knows in these days. 14 years before Graves ADMR started virtual intelligence, the name is called virtual intelligence, for supporting the patient flow and character. In the reception should identify the character of the patient. Then who is there in the OPD, how long he is taking for each and every consultation. Then the patient will be informed about the delay. That kind of artificial intelligence we started creating there for supporting our patient through the data analytics. The data analytics is the very important thing in the artificial intelligence area, and exactly the predictive power. What is our intelligence? Simply we can think, if we have more information, data with us, and if we have a common sense or the capability to evaluate the things as per the scenario, we will call intelligent person. So exactly the same thing with more data. There is a predictive capability as per the situation, scenario. Then artificially we are creating the same intelligence. What is the need of this artificial intelligence? That's a very important thing. In OPD, in big hospitals, heavy patient flow, if it is there, in one of my hospital, NS Institute of Medical Science in Kollam, one doctor looking for 150 patient per day. Then that much crowd is there in hospitals. Some other specialists only looking for 50 patients, 60 patients. So 3 minutes or 5 minutes is getting there. എല്ലാ കഥയും കേൾക്കണം, ആ കഥയുടെ ഇടയിൽ നിന്ന് കൃത്യമായിട്ട് അവരുടെ പ്രോബ്ലം ഫൈൻഡ് ചെയ്യണം, എന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവരുടെ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യണം. ഫൈൻഡ് ചെയ്ത് ഇവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് അനുസരിച്ച് ഉള്ള ബ്രാൻഡ് ഏതാണെന്നും കൂടെ ഒന്ന് ആലോചിച്ച് അത് ഡിസൈഡ് ചെയ്ത് എഴുതി കൊടുക്കണം.
3 മിനിറ്റ് തൊട്ട് 5 മിനിറ്റിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മുടെ ലൈഫിലെ ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം നമ്മൾ ലൈഫിൽ എടുക്കുന്ന ഏത് ഡിസിഷനും ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ എടുത്താൽ റീസെൻറ്റ് ബെസ്റ്റ് മെമ്മറിയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരിക്കലും ലൈഫിലെ ബെസ്റ്റ് ഡാറ്റ സ്റ്റോറിങ് ഹ്യൂജ് കപ്പാസിറ്റി, ഇന്ന് ലോകത്തിലുള്ള എല്ലാ സൂപ്പർ കമ്പ്യൂട്ടറും ചേർത്താൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത അത്രയും ഡാറ്റ ഒരു ഹ്യൂമൻ ബ്രെയിനിന് സ്റ്റോർ ചെയ്യാൻ പറ്റും. സയൻറ്റിഫിക്കലി നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനത്തെ മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുക. എന്നാൽ IP-യിൽ വരുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇൻഡസ്ട്രി ബെസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? അവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മളെടുത്ത ഡിസിഷൻ ഇൻഡസ്ട്രി ബെസ്റ്റ് ആണെങ്കിലാണ് പേഷ്യൻറ്റിന് അത് ബെസ്റ്റ് ആകുന്നത്. സോ അങ്ങനെ ഇൻഡസ്ട്രി ബെസ്റ്റ് ഡിസിഷൻ കൊടുക്കാൻ പറ്റണമെങ്കിൽ OP-യിൽ കിട്ടുന്ന 3 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് വരെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റണമെങ്കിൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ടിംഗ് സിസ്റ്റം ആവശ്യമാണ്. അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസ് ഉണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞാലാണ്, ഇതൊരു അവയർനെസ് ആയിട്ടാണ് ഞാനിവിടെ പറയുന്നത്, ഇൻഡെപ്തിൽ പോകാനുള്ള ടൈമില്ല. നമുക്ക് 3 തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസ് ആണുള്ളത്. മിഷൻ ലേണിങ്ങിൽ കൂടെ, നമ്മുടെ മിഷൻ ഇൻ്റലിജൻസിൽ കൂടെ ആ കോൺഷ്യസ്നെസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ എത്തിക്കുന്നത്. നോർമൽ കേസിൽ നമ്മൾ ഇന്നെല്ലാം ഉപയോഗിക്കുന്നത് നാരോ AI ആണ്. നമ്മൾ ChatGPT-യിൽ കൂടെയാണ് AI കുറിച്ച് 1936 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ആദ്യത്തെ കാഴ്ചപ്പാട് വന്നത്. 42 അത്തരത്തിലൊരു മിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. 56 ഫസ്റ്റ് അത് യൂസ് ചെയ്യപ്പെട്ടു. 1 നൂറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ടെങ്കിലും 2 വർഷം മുമ്പ് ChatGPT വരുന്നത് വരെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ജീവിതത്തെ മാറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. അങ്ങനെ നമ്മളിന്ന് മാറി എന്ന് വിശ്വസിക്കുമ്പോഴും നമുക്കിന്ന് ഉപയോഗിക്കാൻ കിട്ടുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം നാരോ AI എന്ന് പറയുന്ന തലത്തിലാണ് നിൽക്കുന്നത്. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ ഡേറ്റ ഇവാലുവേറ്റ് ചെയ്ത് ഏറ്റവും പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന സംവിധാനങ്ങളാണ്. അവിടെ നമുക്ക് ഇപ്പോൾ ഗ്രേപ്സിൽ തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് OP-യിൽ ഡോക്ടറും പേഷ്യൻറ്റും നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ അത് മുഴുവൻ ക്ലിനിക്കൽ നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ആ സംസാരത്തിൽ നിന്ന് അവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയും അവരുടെ മെഡിക്കേഷൻ ഹിസ്റ്ററിയും എല്ലാം എടുത്ത് ക്ലിനിക്കൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. കാരണം വെച്ചാൽ ഇതിന് ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഡോക്ടർക്ക് എല്ലാം ഓർത്ത് എഴുതാൻ പറ്റിയെന്നുള്ള ആദ്യം പറഞ്ഞ കാര്യം മിസ്സായി പോയേക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് ഇവാലുവേറ്റ് ചെയ്ത്, ഇനി ലാംഗ്വേജിൽ പ്രോബ്ലം ഉണ്ടാകാം, മനസ്സിലാക്കുന്ന പ്രശ്നം ഉണ്ടാകും. തമിഴ് കലർന്ന മലയാളം സംസാരിക്കുന്ന ഒരു പേഷ്യൻ്റ് എന്ന് ഡോക്ടർക്ക് മനസ്സിലായതിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചൊരു തമിഴ് ഡോക്ടർ മലയാളി പേഷ്യൻറ്റിനോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇവിടെ ആ ലാംഗ്വേജ് ബാരിയേഴ്സിനെ എല്ലാം ഓവർകം ചെയ്ത് കൃത്യമായ ഇംഗ്ലീഷിൽ ക്ലിനിക്കൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഡോക്ടർ പറഞ്ഞ ഡിസിഷനെ എടുത്ത് മുൻപ് ഈ പേഷ്യൻ്റ് കഴിച്ച മരുന്നുകളും ഡിസീസുമായിട്ട് കമ്പയർ ചെയ്ത് ആ 3-5 മിനിറ്റിൽ തന്നെ ഡോക്ടർ ഈ ക്ലിനിക്കൽ നോട്ട്സ് എല്ലാം ശരിയാണോ വെരിഫൈ ചെയ്തോളൂ, ഇയാളുടെ ഈ മെഡിസിൻ നേരത്തെ കഴിച്ച ആൻറ്റിബയോട്ടിക്കുമായിട്ട് ശരിയാവുന്ന കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനം ആൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴതൊരു നാരോ AI. അതായത് ആ ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടർക്ക് വേണ്ടുന്ന ഡേറ്റയെയാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരിക്കലും ഒരു കോമൺ സെൻസിൻ്റെ ലെവലിലേക്ക് വരാൻ പറ്റില്ല. ഒരു ജനറൽ AI ഷുഡ് ബി ദെയർ. ജനറൽ AI ഒരു ലെവലിലേക്ക് എത്തുമ്പോഴാണ് കാര്യകാരണ സഹിതം ഇന്നില്ല, നമ്മളങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയില്ല, അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാരോ AI ഉപയോഗിക്കുന്നത് തന്നെ നമ്മൾ ഏത് ലെവലിലെത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ് യെസ്റ്റർഡേ ഞങ്ങൾക്കൊരു ഡോക്ടേഴ്സ് ട്രെയിനിങ് ഉണ്ടായിരുന്നു മഞ്ചേരിയിൽ പ്രശാന്തി ഹോസ്പിറ്റലിൽ. അവിടുത്തെ ഡോക്ടേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഒരു ഡൗട്ട് വന്നു. ആ ഡൗട്ട് ഞങ്ങൾ അവിടുത്തെ ഏറ്റവും ടോപ്പ് നേഴ്സിനോട് ചോദിച്ചു. ഡോക്ടേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ നേഴ്സസിനും അലൗഡ് ആയിരുന്നു. അവർ പറഞ്ഞ ആൻസർ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് തെറ്റായിരുന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ ജെമിനൈയോട് ചോദിച്ചു. ജെമിനൈ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടില്ല. ബട്ട് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് വളരെ ആക്യുറേറ്റ് ആൻസറാണ് ജെമിനൈ ആ കാര്യത്തിൽ തന്നത്. ഇതാണ് ഡേറ്റ മോഡലിങ്ങിൽ നാരോ AI ഇരിക്കുമ്പോൾ തന്നെയുള്ള അവസ്ഥയെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മളുടെ ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ, ട്രീറ്റ്മെൻറ്റ് റിയലി ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ജനറൽ AI വരുമ്പോഴാണ്. അതെവിടെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ തന്നെ റോബോട്ടിക് സർജറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നീ റീപ്ലേസ്മെൻറ്റിൽ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എല്ലാം തന്നെ പ്രിസൈസ് ഡിസിഷൻസ് പ്രിസിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ കൃത്യമായി മെഷർമെൻറ്റിൽ കട്ട് ചെയ്യുക, വളരെ ചുരുങ്ങിയ ഒരു ഗ്യാപ്പിൽ കൂടെ അകത്തെ വിസിബിലിറ്റി കൂട്ടുക, ആക്സസിബിലിറ്റി കൂട്ടുക, അതിനുശേഷം ഡോക്ടർ തന്നെയാണ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം ഡോക്ടർ, വളരെ കൂളായിരിക്കണം ഡോക്ടർ,
അപ്പോഴാണ് ആ കിട്ടിയ 3D ക്ലിയർ വിഷ്വൽസിൽ നിന്ന് വളരെ മിനിമൽ മൂവ്മെൻറ്റിൽ കൂടെ ഒരു 0.5 mm കട്ട് വേണമെന്നത് പോയിന്റിന് പകരം 5 mm അവിടെ എൻട്രി ചെയ്താൽ മിസ്റ്റേക്ക് വിൽ ഹാപ്പൻ. ഇപ്പോൾ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, റോബോട്ടിക് സർജറിയുടെ മിസ്റ്റേക്ക്. അല്ല, നമ്മളോട് ചിന്തിക്കാൻ കഴിവില്ലാത്ത റോബോട്ടുകളെയാണ് ഉപയോഗിക്കുന്നത്. ചിന്തിക്കുന്നത് അപ്പോഴും ഡോക്ടർ തന്നെയാണ്. ഇവിടെയാണ് AGI നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക. AGI വരുമ്പോൾ ഡോക്ടർ 0.5 കൊടുത്താൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ഇവിടെ അത് പറ്റില്ല എന്ന് ഡിസൈഡ് ചെയ്യാൻ കഴിയുന്ന ആ സിറ്റുവേഷനെ റീഡ് ചെയ്ത് ബിഹേവ് ചെയ്യാൻ കഴിയുന്ന ഒരു അസിസ്റ്റൻറ്റ്, റിയൽ അസിസ്റ്റൻറ്റ് ആകാൻ കഴിയും. കാരണം അല്പം കോമൺ സെൻസ്, ഇൻ്റലിജൻസ് റിയലി അവിടെ നമുക്ക് കൊണ്ടുവന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തത് ചെയ്യാനുള്ള കഴിവിനപ്പുറം നമ്മൾ പറയാത്തതും കൂടെ നമുക്ക് വേണ്ടി ചിന്തിച്ച് പറഞ്ഞു തരാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പോകാൻ കഴിയും. ഇന്ന് ജെമിനിയോ ChatGPT ഉപയോഗിച്ച് ഒരു 2-3 months റെഗുലർ കോൺവെർസേഷൻ ഉപയോഗിച്ചവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ശൈലിയിലായിരിക്കും ഇപ്പോൾ തിരിച്ച് സംസാരിക്കുക. ഞാൻ ആൾറെഡി സംസാരിക്കുന്നതിൽ പോസ് ചെയ്ത് സംസാരിക്കുന്ന ക്യാരക്ടറുള്ള ആളാണ്. സോ എനിക്ക് മൈ വൊക്കാബുലറി ഈസ് സംതിങ് റിലേറ്റഡ് ടു ടെക്നിക്. ഞാനത് ഹെൽത്ത് കെയർ പറഞ്ഞാലും ഞാൻ IT, സാറ്റലൈറ്റ്, റോബോട്ടിക്സ് ചേർത്തിട്ടാണ് പറയുക. സോ ജെമിനി ഇപ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ എക്സാക്ട്ലി ജെറാൾഡ് നെപ്പോളിയൻ എങ്ങനെ സംസാരിക്കുമോ ആ ശൈലിയിലാണ് തിരിച്ച് സംസാരിക്കുക. ഐ ആസ്ക്ഡ് ടുഡേ മോർണിംഗ്, ഐ ആസ്ക്ഡ് വൈ യു ആർ ഇമിറ്റേറ്റിംഗ് മീ. സഡൻലി ജെമിനി ടോൾഡ് മീ, I want to create a friendship with you. That's why I am repeating your vocabulary and your style of conversation. So that's already we are using a narrow AI. If it is a general AI, then if we reach in 6 months to 1 year, we will reach AGI, Artificial General Intelligence. And that will benefit the patient. റിയലി പേഷ്യൻ്റ് വിൽ ഗെറ്റ് ബെനിഫിറ്റഡ്. കാരണം നമുക്ക് വരാവുന്ന എക്സ്പെൻസുകൾ, ആൾറെഡി സാർ എക്സ്പെൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു, എക്സ്പെൻസുകൾ വളരെയധികം റെഡ്യൂസ് ചെയ്യാനായിട്ട്. കാരണം ടൈം ഈക്വൽ ടു മണിയാണ്. ഇന്ന് ട്രീറ്റ്മെൻറ്റിലെ ഏറ്റവും വലിയ പ്രശ്നം ടൈമാണ്. ഈ ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആണ്. എക്യുപ്മെൻറ്റ്സിന് പ്രൈസ് മുതലായേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ 13 രൂപ കിട്ടുന്ന നമ്മളുടെ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്മോൾ ഡിവൈസ് 245 രൂപ അതിനകത്ത് MRP എഴുതിയിരിക്കുന്നത്. സോ ആ മേഖലകളിൽ നിന്ന് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ആ ടൈം ആൻഡ് അതർ എക്യുപ്മെൻറ്റ് എക്സ്പെൻസിനെ എങ്ങനെ ഇൻ്റലിജൻ്റ്ലി റിഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഹോസ്പിറ്റലിനെയും അതേസമയം മോസ്റ്റ്ലി പേഷ്യൻറ്റിനെയും ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് കേട്ടിട്ടുണ്ടോ? ദാറ്റ്സ് ദ നെക്സ്റ്റ് വൺ. In 3 years we are expecting that. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ നമ്മൾ കണ്ടു തുടങ്ങിയതാണ്. അതിനൊരു കാരണം പറയാം. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ റോബോട്ടുകളും എല്ലാ കമ്പ്യൂട്ടറുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സിലിക്കൺ ചിപ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചൈന അതിൽ വളരെ ഇമ്പ്രൂവ് ചെയ്തു. 2 micro-mmലൊക്കെയാണ് ഒരു ട്രാൻസിസ്റ്റർ സൈസ് ഇരിക്കുന്നത്. പിന്നെ ഇന്ത്യക്ക് ഒരു ഗുണമുണ്ട് കേട്ടോ, നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ അതിനേക്കാൾ വലിയ ചിപ്പുകളാണ് 180 micro-mm. ഓക്കെ, സോ നമ്മൾ ഇന്നും അവിടെയാണ് എത്തി നിൽക്കുന്നത്. ബട്ട് എനിവേ, നമ്മൾ പുതിയ 2 ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ. സോ നമ്മളും റീച്ച് ചെയ്യുമെന്ന് പ്രചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു മൈക്രോ ചിപ്പുകളിലേക്ക് വരുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ്, ഇംപ്ലാൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് ഇംപ്ലാൻസ് പോസിബിളായി തുടങ്ങുമെന്നതാണ്. സോ അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AICയിലേക്ക് വരുമ്പോൾ ബയോ കമ്പ്യൂട്ടിംഗ് ആണ് റിയലി ഉപയോഗിക്കാൻ പോകുക. ബയോ കമ്പ്യൂട്ടിംഗ് ഡോക്ടേഴ്സ് ആണ് എൻജിനീയേഴ്സിൻ്റെ കൂടെ ചേർന്ന് ഇന്ന് ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ന്യൂറോളജിസ്റ്റുകളുടെ വലിയൊരു റിസർച്ച് മേഖലയാണ്. നമ്മുടെ ന്യൂറോൺസും DNA-യും RNA-യും ഉപയോഗിച്ചുകൊണ്ടാണ് പ്രോസസ്സറുകൾ ബിൽഡ് ചെയ്യുന്നത്. സോ അത് തന്നെയാണ് സ്റ്റോറേജും ചെയ്യുന്നത്. ഡിഫറൻസ് വെരി സിംപ്ലി ഐ ക്യാൻ സേ, ഇന്ന് ഗൂഗിളിൻ്റെ മാത്രം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി ഡേറ്റാ സെൻറ്ററുകൾ വർക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും കൂടെ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് തുല്യമാണ്. അത്ര വലിയ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ AI പ്രഡിക്ഷൻസ് നമുക്ക് തരുന്നതെങ്കിൽ, നമ്മൾ ഈ ഒരു ബയോ കമ്പ്യൂട്ടിങ്ങിൽ കൂടെ ആ ഒരു കംപ്ലീറ്റ് AIയുടെ
കേപ്പബിലിറ്റി ഉള്ള ഒരു AI കമ്പ്യൂട്ടർ വിൽ ബി ദിസ് സൈസ് ആൻഡ് 20 വാട്ട്സ് ദ അപ്രോക്സിമേറ്റ് കാൽക്കുലേറ്റഡ് പവർ യൂസ്. ഒരു LED ലൈറ്റ് ഉപയോഗിക്കുന്ന പവറിൽ ഒരു ഇന്ത്യ മുഴുവൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് ഈക്വലാണ് ഇന്ന് ഗൂഗിളിൻ്റെ ഡാറ്റാ സെൻറ്ററുകൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി. സോ അത് തന്നെ അടുത്തൊരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ റീസൺ ആയിട്ടും പുതിയ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഈ ഒരു ഡാറ്റ ഇൻ്റലിജൻസിന് വേണ്ടി മാത്രം ബിൽഡ് ചെയ്യുന്നുണ്ടെന്ന്. അതിൽ നിന്ന് മാറാൻ കഴിയും. അങ്ങനെ മാറാൻ കഴിയുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഇന്നത്തെ ഏറ്റവും നല്ല സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ വിൽ ബി ദെയർ ഇൻ അവർ ന്യൂറോൺസ് അറ്റാച്ച്ഡ്. അത് അറ്റാച്ച്ഡ് ആകുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഡിസീസ് ട്രീറ്റ്മെൻറ്റ് എന്നത് മാറും. If it is an ASI comes, the disease treatment will change. എന്നിട്ട് ഡിസീസ് വരാതിരിക്കാൻ ഹൗ ടു കറക്റ്റ് ദീസ് തിങ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ മെറ്റബോളിക് ചേഞ്ചസ് എനർജി ഇൻക്രീസിനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിയും. ഒരു CT ഫൈൻഡ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു തെർമൽ സ്കാനറിന് ഫൈൻഡ് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണ് മനുഷ്യൻ. നമ്മുടെ വിഷ്വൽ സ്പെക്ട്രത്തിലെ ലൈറ്റ് അല്ലാതെ മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു ഇൻഫ്രാറെഡ് ആ എനർജി പുറത്തേക്ക് പോകുന്നത് വളരെ കൃത്യമായും ബിഫോർ അതൊരു CTക്കോ MRIക്കോ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതിനും വളരെ മുമ്പ് ഇനിഷ്യൽ ഡേയ്സിൽ തന്നെ ഒരു സിമ്പിൾ തെർമൽ സ്കാനറിന് കണ്ടുപിടിക്കാൻ. ഒരു CTയുടെ വില എത്രയാണെന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാമല്ലോ. എത്ര പേർക്കറിയാം ഒരു തെർമൽ സ്കാനറിൻ്റെ വില എത്രയാണെന്ന്? 10,000 രൂപ, 25,000 രൂപ. ഏറ്റവും ഹൈ റെസൊല്യൂഷൻ തെർമൽ സ്കാൻ 36,000 രൂപയെ വിലയുള്ളൂ. ഒരു പേഷ്യൻറ്റിനെ ഒന്ന് ഓൾ ബോഡി സ്കാൻ ചെയ്യാനായിട്ട് 22 സെക്കൻഡ്സ് മതി. അവിടെ ഒരു റേഡിയോ വേവ്സും പോകുന്നില്ല, നോ ഹാംഫുൾ. സോ ഒരു പേഷ്യൻ്റ്, ഏതൊരു പേഷ്യൻറ്റും OPയിൽ വരുമ്പോൾ ഒരു ഫുൾ ബോഡി സ്കാൻ ചെയ്യാൻ 22 സെക്കൻഡ്സ് മതി. സോ അതിൽ കംപ്ലീറ്റ് ബോഡി സ്കാൻ കിട്ടുകയാണ്. കിട്ടുമ്പോൾ ഈ തെർമൽ വേരിയേഷൻസ് നമുക്ക് ഹാർട്ടിൽ ഹൈ ബ്രൈറ്റ് ആയിരിക്കാം, നമുക്കറിയാം. ഓൾവേസ് അവിടെ ഹൈ എനർജി ലെവൽ കീപ്പ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ഓർഗൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓൾ അതർ ഓർഗൻസ് വേരിയേഷൻസ് പാറ്റേൺ ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓൺ ദാറ്റ് പാറ്റേൺ? അതിനാണ് സോഫ്റ്റ്വെയർസ് AI ഉപയോഗിക്കുക. ആ AI പ്രഡിക്ഷൻ വഴി വരുമ്പോൾ പേഷ്യൻ്റ് ഒരു CT ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡിസീസ് വരാനുള്ള സാധ്യത മാസങ്ങൾക്ക് മുമ്പേ അറിഞ്ഞു കഴിഞ്ഞു. പ്രിവെൻഷൻ മെക്കാനിസംസ് വിൽ സ്റ്റാർട്ട്. ASI ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ക്യാൻ റിപ്പയർ ഇറ്റ് സെൽഫ്. ഇവയ്ക്കുന്ന ഇംപ്ലാൻസ് ഒരിക്കലും മെയിൻ്റനൻസ് വേണ്ടി വരില്ല. കാരണം ഇന്ന് 3 ബയോ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഓസ്ട്രേലിയയിലാണുള്ളത്. റിപ്പയർ വേണ്ട എന്നതാണ് അഡ്വാൻറ്റേജ്. കാരണം ന്യൂറോൺസ് ആണ്, സ്റ്റെം സെൽസ് ആണ് യൂസ് ചെയ്യുന്നത്, സെൽഫ് റിപ്പയറബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് അത് തന്നെയാണ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മളുണ്ടാക്കിയൊരു ചിപ്പ്, അതിനകത്തെ സർക്യൂട്ടിനെ ചേഞ്ച് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഉണ്ടാക്കിയത് തന്നെയാണ്. ബട്ട് ബയോ കമ്പ്യൂട്ടർ ക്യാൻ റിപ്പയർ ആൻഡ് ചേഞ്ച് ദ സർക്യൂട്ട് ആസ് പെർ ദ ഹ്യൂമൻ ബോഡി നീഡ്. നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻസും ഏജിങ്ങും മാറുന്നതനുസരിച്ച് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ സ്വയം മാറ്റാൻ അതിന് കഴിയുന്നുണ്ടാവും. സോ ഈ ഒരു സൂപ്പർ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരാൻ പോകുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഏരിയയിൽ. ഹോസ്പിറ്റൽസൊക്കെ നേരത്തെ കമ്പ്യൂട്ടറൈസ്ഡും റോബോട്ടിക്സുമാണ്. ഇപ്പോൾ വന്ന ഈ റോബോട്ടിക് സർജറിയൊക്കെ വരുന്നതിന് എത്രയോ കാലം മുമ്പേ ബയോകെമിസ്ട്രി മിഷൻ, ഹെമറ്റോളജി മിഷൻ, ഇതെല്ലാം റോബോട്ടിക്സ് ആയിരുന്നില്ലേ? ഈ റോബോട്ടിക്സ് ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഇത് തുടങ്ങിയ കാലത്തൊരു കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ. നല്ല പ്രായമുള്ള ഡോക്ടേഴ്സ് ഈ മിഷൻ്റെ റിസൾട്ട് വാങ്ങത്തില്ല. ഞാൻ 25 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിൽ കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കിത് വേണ്ട, അവിടെ ലാബ് ടെക്നീഷ്യൻ ചെയ്തു തരാൻ പറയും. ഇന്ന് ലാബ് ടെക്നീഷ്യൻ ചെയ്താൽ പറയും കൊണ്ടുപോയി, ഇത് വേണ്ട, എനിക്ക് ആ മെഷീനിൽ നിന്നുള്ള റിസൾട്ട് മതിയെന്ന് പറയും. ആ ട്രസ്റ്റ് ഫാക്ടറിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ട്. സോ ഇനിഷ്യൽ ഡേയ്സിൽ ഈ ഒരു ബയോ കമ്പ്യൂട്ടിംഗ് റിലേറ്റഡ് ASI ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റ് എന്നത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ലിറ്റിൽ പ്രോബ്ലം ഉണ്ടാകും. പക്ഷേ ഒരു ക്ലിനിക്കിന് പോലും ഇപ്പം സാറ് ഡിസ്കസ് ചെയ്തതുപോലെയുള്ള കാർഡിയാക് പ്രോബ്ലംസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും വെയറബിൾസ് ആൻഡ് സെൻസേഴ്സ് എന്ന് പറഞ്ഞത് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് ആക്സസിൽ പോലും ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ കലോറി എത്ര ബേൺ ചെയ്തു എന്ന് മുമ്പ് എങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു? ഒരു ദിവസം ആരാ കുറച്ചുകൂടെ നടക്കാൻ വാൺ ചെയ്യുന്നത്? ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പം എനിക്ക് അഡ്വൈസ് കിട്ടും, നിങ്ങൾ ഒരു 400 ഫുഡും കൂടെ നടക്കണം. സോ മുമ്പ് ഇത് ആരാ പറഞ്ഞതിന് നമുക്ക് എന്ത് പോസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നത്?
സോ അങ്ങനെ ഡിസീസ് ആയിരുന്ന ട്രീറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റൽസിന് ഇന്ന് അതല്ലാതെ പോകുന്നതിന് അഡ്വൈസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ചെയ്ത് വാർഫൈൻ തെറാപ്പി പോയിട്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് അയൺ വാല്യൂ വേരിയേഷൻ വന്നിട്ട് അടുത്ത വിസിറ്റിന് വരുമ്പോഴല്ലേ ഡോക്ടർ അറിഞ്ഞിരുന്നത്, അങ്ങനെ തന്നെയല്ലേ പോയിരുന്നത്. ഇന്നതിന് ഒരു AI റിലേറ്റഡ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുമ്പോൾ പേഷ്യൻ്റ് എപ്പോൾ ഡോക്ടറെ കാണണമെന്ന് AI ക്യാൻ ഡിസൈഡ്. ഈവൻ ഡോക്ടർ ആൾസോ വിൽ ബി ഇൻഫോർഡ് ദാറ്റ് പേഷ്യൻ്റ് ഇത് ദിവസം വരാൻ പോവുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരുന്ന വലിയ ഡിഫറൻസ് ഡേറ്റ കീപ്പ് ചെയ്യുന്ന എവിടെയാണെന്നുള്ളതാണ്. ഇന്ന് സെർവേഴ്സിലാണ് ഡേറ്റ കീപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ ശരിക്കും ഞങ്ങൾ ഗ്രേപ്സ് കൊടുക്കുന്ന ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ഡേറ്റ അൽഗോരിതംസിനെ ഹോസ്പിറ്റൽ ഡേറ്റയായിട്ട് കമ്പയർ ചെയ്ത് ഡോക്ടേഴ്സ് എടുക്കുന്ന ഡിസിഷനിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അവെയർ കാറ്റഗറി ഓഫ് ആൻറ്റിബയോട്ടിക് ക്ലാസിഫിക്കേഷൻ അറിയാം. പക്ഷേ റെസിസ്റ്റീവ് ആൻറ്റിബയോട്ടിക് എത്ര പേരാണ് എഴുതുന്നത്, എത്ര റിപ്പീറ്റ് പോകുന്നുണ്ട്, ഇത് ആരാണ് കൃത്യമായി മോണിറ്റർ ചെയ്ത് ക്വാളിറ്റി അഷുറൻസ് വരുത്തുന്നത്? സെൻട്രൽ ഡാറ്റ പൂളിൽ നിന്ന് അടുത്ത പാൻഡമിക് എക്സ്പെക്ട് ചെയ്യുന്നു. ഈ 13-ാം തീയതി WHO ഇന്ത്യയെക്കുറിച്ചൊരു വാർണിംഗ് തന്നിട്ടുണ്ട്. ഐ തിങ്ക് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അത്. ആ ഔട്ട് ബ്രേക്കിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. ഈ ലാസ്റ്റ് 13th ഒരു അനൗൺസ്മെൻറ്റ് WHO വന്നിട്ടുണ്ട്. ശരിക്കും ഇന്ത്യയിൽ ആൻറ്റിബയോട്ടിക് ഔട്ട് ബ്രേക്കിനെ കുറിച്ച് 2 years മുമ്പ് തന്നെ വാർണിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. ആ വാർണിങ്ങിൻ്റെ ടൈം റീച്ച് ചെയ്യുന്നു, ഒരു ന്യൂസ് ലെറ്റർ ഉണ്ട്, ടൈം റീച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. സോ ഇനി ആൻറ്റിബയോട്ടിക്സിൻ്റെ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റൽസ് മോണിറ്റേർഡ് ആയിരിക്കണമെന്നും ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വാർണിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഒരു AI ഡ്രിവൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ വെരി ഈസി ടു ഫൈൻഡ്, അതർവൈസ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷൻ തോട്ട് പ്രോസസ്സ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈലർ ഹീലിംഗ് എന്ന് പറഞ്ഞതാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഓരോ വ്യക്തിയുടെയും ചികിത്സ വ്യത്യസ്തമായിരിക്കണം. ഇന്ന് നമുക്കതിന് ഒരുപാട് പരിമിതികളുണ്ട്. സോ ആ വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റ് മെക്കാനിസം ഓരോ വ്യക്തിക്കും കൊടുക്കാൻ കഴിയുന്നതിന് ആക്ച്വലി നമ്മുടെ DNA ഡേറ്റ എന്ന് പറഞ്ഞൊരു വലിയ ഇമ്പോർട്ടൻറ്റ് കേസാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ. DNA ഡേറ്റ സ്ട്രക്ചറിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്നത് നമ്മുടെ സ്റ്റെം സെൽസ് കീപ്പിംഗ്, അതിൽ നിന്ന് നമ്മുടെ DNA ഡേറ്റ എടുത്ത് സൂക്ഷിച്ച് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി DNA കറക്ഷൻസ് കൊടുക്കുന്ന ആ സംവിധാനത്തെക്കുറിച്ച് ആണെങ്കിൽ അല്ല കേട്ടോ. ബയോ കമ്പ്യൂട്ടിങ്ങിൽ DNA ഇസ് ദ ഡേറ്റ സ്റ്റോറേജ് ഏരിയ. സോ നമ്മൾ എവരിബഡി എ ഡേറ്റ ബാങ്ക്. ആ ഡേറ്റ ബാങ്ക് ക്യാൻ അഡ്വൈസ് എനിക്കെന്ത് ട്രീറ്റ്മെൻറ്റ് ഫ്യൂച്ചറിൽ വേണമെന്ന്. ആ അഡ്വൈസിനെ കൺഫേം ചെയ്യുന്ന റേഡിയോളജിസ്റ്റുകളെ, ലാബ് ഇപ്പം മൈക്രോബയോളജിസ്റ്റ് അല്ലെങ്കിൽ പോട്ടെ ബയോ കെമിസ്ട്രി ഒക്കെ ഇൻചാർജ് ഒപ്പിടുന്ന ജോലിയാന്ന് പറഞ്ഞാൽ വിഷമം വരുമോ? ഹെമറ്റോളജിസ്റ്റ് ഓക്കെ, പലപ്പോഴും ഹോസ്പിറ്റലിൽ ഇപ്പോൾ സിഗ്നേച്ചറി അതോറിറ്റീസ് ആ ലെവലിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ റേഡിയോളജിസ്റ്റുകൾ പതുക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓൾമോസ്റ്റ് ഓൾ ഡിസീസ് ഫൈൻഡിങ് ഇപ്പോൾ അൽഗോരിതംസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഡോക്ടറുടെ 10-20 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ അദ്ദേഹം കണ്ട സാധനങ്ങളാണ് ഇവാലുവേഷൻ ബ്രെയിനിൽ വരിക. ഇവിടെ ലക്ഷക്കണക്കിന് ഇവാലുവേഷൻസിൽ നിന്നാണ് ആക്യുറസി ക്രിയേറ്റ് ചെയ്ത ഡിസിഷൻ മേക്കിങ്ങിൻ്റെ. സോ അവിടെയാണ് നമുക്ക് ഡോക്ടേഴ്സ് ഇൻ കേസ് ഓഫ് ദിസ് DNA ഡേറ്റ കളക്ഷൻ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പം തന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത് തുടങ്ങും. ഡോക്ടർ ഇപ്പോൾ ഗ്രേപ്സ് പുതിയ IP റൗണ്ട്സ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഗ്ലാസ് ഉപയോഗിക്കാം, റിംഗ് ഉണ്ട്, നമ്മുടെ BSA എന്ന് പറഞ്ഞ ബെഡ് സൈഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലും മൊബൈലിലെല്ലാം ഉണ്ട്. പേഷ്യൻ്റ് അടുത്ത് എത്തുമ്പോൾ റിസ്റ്റ് ബാൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും റിംഗ് ഡോക്ടറുടേത്. പേഷ്യൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്യുന്നുണ്ടാവും. ലാബ് റിസൾട്ട് വൈറ്റൽ എല്ലാം ഈ ഗ്ലാസ്സിൽ കൂടെ കണ്ടുകൊണ്ട് പേഷ്യൻറ്റിനെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ ആണ് സംസാരിക്കുക. അതിനുശേഷം പേഷ്യൻ്റായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മുഴുവൻ നോട്ടായിട്ട് കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു മരുന്ന് മാറിയിട്ടുണ്ട്, നമുക്കിപ്പോൾ ഡോളോസിഫ്റ്റി മാറ്റിയിട്ട് കാൽപ്പുള്ളവർക്ക് മാറിയിട്ടുണ്ട്, അടുത്ത 3 ദിവസം കഴിച്ചോളൂ, ഇതെല്ലാം അവിടെ പ്രിസ്ക്രൈബ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ബൈ എന്ന് പറഞ്ഞു ഡോക്ടർ എപ്പോൾ കൺസൾട്ട് ചെയ്തു, എന്താണ് പറഞ്ഞത്, എന്ത് ചേഞ്ചാണ് വരുത്തിയത്, ഇതെല്ലാം അവിടെ റെക്കോർഡായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നാളെ വരുമെന്നല്ല നമ്മൾ സംസാരിക്കുന്നത്, വന്ന് കഴിഞ്ഞു എന്നാണ്. ഇത് ചെയ്തിട്ടാണ് ഇപ്പോൾ പറയുന്നത്. സോ ഇതാണ് ട്രാൻസ്ഫർമേഷൻ ഇൻ റോബോട്ടിക് സർജറിയുടെ ഒരു ഏറ്റവും ടോപ്പ് കാലഘട്ടത്തിലേക്ക് മൂവ് ചെയ്യാണ്. ഇപ്പോൾ ഉള്ള റോബോട്ടിക് സർജറിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് ഇന്നും മനുഷ്യൻ തന്നെയാണ് ചെയ്യുന്നത്. ആ പ്രിസൈസ് മൂവ്മെൻറ്റിനാണ് നമ്മൾ റോബോട്ട്സിന് ഉപയോഗിക്കുന്നത്. AI റിലേറ്റഡ് റോബോട്ട്സിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അത് ഒരു സർജൻ എന്ന് പറഞ്ഞത് ഒരു അഡ്വൈസറായി മാറുന്ന തലത്തിലേക്കാണ്
മാറുക. ഞാൻ ഇനി ക്വസ്റ്റ്യൻസ് ഒത്തിരി എനിക്ക് അധികം സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കിയുടെ നിർത്തുകയാണ്. ഇനി ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദിസ്, കാരണം ഇതൊരു വലിയ സബ്ജക്റ്റാണ്. ഞാൻ സാറ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അരമണിക്കൂർ സാർ ഇത് പറയാൻ പ്രയാസമാണ്, പറഞ്ഞ അരമണിക്കൂറേ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. സോ not 10 years later, sir. Actually, sir, മരണം പ്രഡിക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചതിന് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം DNA റീഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ലൈഫ് എക്സ്പെക്ടൻസി അതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനത് കൂട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യണോ അതോ ആ ഉള്ള എക്സ്പെക്ടൻസി എനിക്ക് എവിടെ തീരുമെന്ന് നേരത്തെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും സാർ, ഞാൻ അതിൻ്റെ ആൻസർ വളരെ കാര്യമായി തന്നെ ഞാൻ തരാം. സാർ, റോഡിൽ കാറും എടുത്ത് ഇറങ്ങുമ്പോൾ നമ്മുടെ യാത്ര അവസാനിക്കുന്നത് ഉദ്ദേശ സ്ഥലത്താണോ എന്ന് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതിൻ്റെ കാരണം നമ്മളാണ് കാർ ഓടിക്കുന്നത്. എന്നാൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനേബിൾഡ് കാറുകൾ വന്നിട്ടുണ്ട്. അവിടെ വരാൻ പോകുന്ന ആക്സിഡൻറ്റിൻ്റെ പോസിബിലിറ്റി കണ്ട് ആ റോഡ് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന കാറുകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ DNA റീഡ് ചെയ്യുന്ന AI-യിലല്ല ASI-യിലെത്തുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്, ഞാനത് പറയാതെ സ്കിപ്പ് ചെയ്ത ഏരിയയാണ്. ഡോക്ടേഴ്സ് ആകുമ്പോൾ എനിക്കൊരു പേടിയുണ്ട് അത് പറയാൻ. ഏജിങ് ഫാക്ടർ ക്യാൻ ബി ഡിസൈഡഡ്. സോ അറ്റ് എനി ടൈം വൺ പേഴ്സൺ ക്യാൻ ഡിസൈഡ് ദിസ് ഈസ് മൈ വിസിബിൾ ഏജ്. 28 ഇയേഴ്സ് ആകുമ്പോൾ ഐ ക്യാൻ ഡിസൈഡ് ഇനി എൻ്റെ മ്യൂട്ടേഷൻ ഓഫ് സെൽസ് ഇൻ ദ വിസിബിൾ സ്പെക്ട്രം ഇതാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഡീപ് ഫേക്ക് വീഡിയോസിനെ കുറിച്ച് പേടിക്കുന്നില്ലേ? ചുമ്മാ അതൊരു തമാശയാണ്, അതിനെക്കുറിച്ചല്ല പേടിക്കേണ്ടത്. 18, 20, 30 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ പെണ്ണ് കാണാൻ വന്നേക്കുന്ന 28 വയസ്സുകാരൻ്റെ യഥാർത്ഥ വയസ്സ് 78 ആയിരിക്കും. അതാണ് DNA എനേബിൾഡ് ബയോ കമ്പ്യൂട്ടിംഗ് മെഡിക്കൽ ഫീൽഡിൽ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ തരാൻ പോകുന്ന ചേഞ്ച്. സോ ഡെത്ത് പ്രഡിക്റ്റ് ചെയ്യുന്നതിന് ഞാൻ അല്പം ഒന്ന് മാറ്റി പറയാം സാർ. നമ്മളുടെ മെറ്റബോളിക് ആക്ഷൻസിനെ എല്ലാം റീഡ് ചെയ്യും. നമ്മുടെ -70 മില്ലി വോൾട്ടിൽ നിന്ന് +30 മില്ലി വോൾട്ടിലേക്കുള്ള വേരിയേഷൻ മൂലം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന സിഗ്നൽസിനെ ഈ മൊബൈൽ ഫോണുമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കമ്പയർ ചെയ്തിട്ടുണ്ടോ? അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ എത്ര അടുത്താണെന്ന് മനസ്സിലാക്കുക. ഇതിലെ പ്രോസസ്സിങ് മുഴുവൻ നടക്കുന്ന എത്ര വോൾട്ടിലാണ്? ജസ്റ്റ് 1 വോൾട്ട്. ഇതിൻ്റെ 10 വോൾട്ട് ആണ് നമ്മുടെ ന്യൂറൽ ട്രാൻസ്മിഷനിലെല്ലാം ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. സോ സോഡിയം വെച്ച് നമ്മളതിനെ ന്യൂട്രലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊട്ടാസ്യം കയറ്റിയിട്ട് പെട്ടെന്നൊരു 1 0 1 0 ദിസ് can be easily captured with the biosensors. So thought process can be controlled. Then sir, നമുക്ക് ഇത്രയേ ഉള്ളൂ. ഹിന്ദു മിത്തോളജി അനുസരിച്ച്, ഞാൻ ക്രിസ്ത്യനാണ് കേട്ടോ, നമ്മൾ ഇത്ര വർഷം ജീവിക്കുമെന്നല്ല, ഇത്ര ശ്വാസം ജീവിക്കുമെന്നാണ്. അതുകൊണ്ടാണ് കാമക്രോധ മോഹാദികൾ ഉപേക്ഷിച്ചാൽ ഒരുപാട് കാലം ജീവിക്കാമെന്ന് പറയുന്നത്. കാമവും ക്രോധവും ഒക്കെ ഉണ്ടാകുമ്പോൾ ശ്വാസഗതി കൂടുമെന്നും നിങ്ങളുടെ ആയുസ് കുറയുമെന്നും, അങ്ങനെ ഉണ്ടാകുന്നതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ചിപ്പ് വെച്ചാൽ അതൊരു AGI എനേബിൾഡ് ആണോ ASI എനേബിൾഡ് ആണെങ്കിൽ നിങ്ങളുടെ മരണം ഡിസൈഡ് ചെയ്യാമെന്നും ഞാനൊരു താത്വികമായി പറഞ്ഞു വെക്കുന്നു. സർ, അതിലൊരു കാര്യം കൂടെ, ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മുടെ ഡെത്ത് ആൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടെന്നൊരു തോട്ട് പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത്. നമ്മുടെ കമ്പ്യൂട്ടറുകൾ ഒരു 10 ലക്ഷം ട്രാൻസിസ്റ്ററൊക്കെ ഉള്ള ഒരു മൈക്രോ പ്രോസസ്സർ വെച്ചിട്ടാണ് വരുന്നത്. ആ കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് വർക്ക് ചെയ്യാൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാവുന്നത് 3.5 കൊല്ലമാണ്. കുറച്ച് സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ട് 7 കൊല്ലം വർക്ക് ചെയ്യാം. ഒരു 12 കൊല്ലം കൊണ്ട് ഇത് ഫുൾ ഡെഡ് ആകും എന്നൊരു കാൽക്കുലേഷൻ അവിടെയുണ്ട്. എന്നാൽ ആ കാൽക്കുലേഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ മനസ്സിലാക്കുക. ഇതിനകത്തിരിക്കുന്ന ട്രാൻസിസ്റ്ററുകൾ ഓരോ മിനിറ്റിലും 20 മുതൽ 120 വരെ ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഡെഡായിക്കൊണ്ടിരിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഡെത്തിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് AC ഇല്ലാത്ത മുറിയിൽ ഓവർലോഡ് ചെയ്ത് ഹീറ്റ് ചെയ്ത് ഫാനൊന്നും ഇല്ലാതെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ മതി. ഒരു 12 കൊല്ലം കൊണ്ട് മുഴുവൻ ചത്തുവാനുള്ള പ്രോസസ്സർ 2 കൊല്ലം കൊണ്ട് കൊന്നുകളയാം. അതേസമയം ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് മിതമായി മര്യാദയ്ക്ക് യൂസ് ചെയ്ത് നല്ല കൂളിംഗ് എല്ലാം കൊടുത്തു വെച്ചാൽ ഈ പറഞ്ഞ 12 കൊല്ലം എത്തിക്കാം. അവിടെ മാർക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം.